ഇവിടെ പൂച്ച വേറൊരു പൂച്ചനെ കണ്ടിട്ടുണ്ട്. 3000 4000 പേ ചെയ്യുന്ന നമുക്ക് ഇവിടെ വിയറ്റ്നാമിൽ വന്ന് നെയിൽ എക്സ്റ്റൻഷൻ ചെയ്യുമ്പോൾ വെറും ഇന്ത്യൻ മണി 1500 രൂപയാണ്. നമുക്കിവിടെ ഡ്രോൺ എടുക്കണം എന്നുണ്ടായിരുന്നു, പക്ഷേ 2 ചേട്ടന്മാരെ കിട്ടും. മിന്നിനെ 2 ചേട്ടന്മാരെ, ബുബുനി ആരണി, 3 പേരിന്റെ ഉടമയാണ് ഈ കുട്ടി. താല്പര്യമില്ല? അപ്പൊ നമുക്ക് എന്തായാലും പോവാം. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ കൂടെ വന്ന ടീം അവരെല്ലാവരും ഇന്നലെ തിരിച്ചുപോയി. അവരെല്ലാവരും ഇന്നലെ വൈകുന്നേരമായിരുന്നു അവരുടെ ഫ്ലൈറ്റ്. സോ അവരെല്ലാവരും തിരിച്ചുപോയി. ഒരു 3 വീക്സ് നമ്മളിവിടെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വിയറ്റ്നാം മൊത്തം ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു. നോർത്ത് സൈഡും സൗത്ത് സൈഡും നമുക്ക് എക്സ്പ്ലോർ ചെയ്യാമെന്നാണ് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത്. കാരണം നമ്മൾ ടൂറിസത്തിൻ്റെ വർക്കിൻ്റെ ഭാഗമായിട്ട് വന്നുകൊണ്ട് തന്നെ കഴിഞ്ഞ ഒരു 8 ഡേയ്സ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ടൈറ്റ് ഷെഡ്യൂളായിരുന്നു. നമുക്ക് അവരുടെ വർക്കും കാര്യങ്ങളും ചെയ്യാനും പിന്നെ അതേപോലെ കോൺഫറൻസും മീറ്റിങ്ങും അറ്റൻഡ് ചെയ്യാം, അതേപോലെ അവരുടെ കോണ്ടന്റ് എടുക്കുക എന്നല്ലാതെ നമുക്ക് പേഴ്സണലായിട്ട് എവിടെയെങ്കിലും പോയിട്ട് എക്സ്പ്ലോർ ചെയ്യാനോ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ ബാക്കിയുള്ള ഇനി എല്ലാ ദിവസവും ഞാനും അജയും ഒറ്റയ്ക്ക് പോയിട്ട് ഇനി സൗത്ത് സൈഡും നോർത്ത് സൈഡും ഒക്കെ വിയറ്റ്നാം എക്സ്പ്ലോർ ചെയ്യാമെന്നാണ് വിചാരിച്ചത്. ഇപ്പം ഞങ്ങൾ നിൽക്കുന്നത് വിയറ്റ്നാമിൻ്റെ സൗത്ത് സൈഡാണ്. ദലത്ത് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞങ്ങൾ നിൽക്കുന്നത്. അജയ് ഒരു ബൈക്ക് റെൻ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ബൈക്കിൽ എവിടേക്ക് നമുക്ക് പോകാൻ പറ്റും ഇന്നൊരു ദിവസം എന്നുള്ള പ്ലാൻ ചെയ്തിട്ട് അങ്ങനെ എക്സ്പ്ലോർ ചെയ്യാമെന്നാണ് വിചാരിച്ച്. ഫസ്റ്റ് തന്നെ നമുക്ക് ഒരു നല്ല കഫേ കണ്ടുപിടിക്കണം ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇന്നലെ ഞങ്ങളൊരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇന്നലെ കംപ്ലീറ്റ് ആയിട്ട് റെസ്റ്റ് ചെയ്യുന്നത്, കാരണം എനിക്ക് അജയ്ക്കും ഒട്ടും വയ്യുന്നത്. കാരണം ഈ ടൂറിസത്തിൻ്റെ വർക്കിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കഴിഞ്ഞ 8 ഡേയ്സ് കംപ്ലീറ്റ് നമുക്ക് ടൈറ്റ് ഷെഡ്യൂൾ ആയിരുന്നു. പിന്നെ അതുമല്ല നമുക്ക് വിയറ്റ്നാമീസ് ഫുഡും ആയിരുന്നു കൂടുതൽ അവർ പ്രൊവൈഡ് ചെയ്തത്. ഹോട്ടൽസിലാണെങ്കിലും മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുള്ള ഡിന്നർ ആണെങ്കിലൊക്കെ വിയറ്റ്നാമീസ് ഫുഡ് ആയിരുന്നു. നിങ്ങൾ അതിൻ്റെ വ്ളോഗൊക്കെ കണ്ടല്ലോ. നമുക്ക് ഇന്ത്യൻ ഫുഡൊന്നും അങ്ങനെ ഇല്ലായിരുന്നു. സാംപ്ടൺ ഹിൽസ് ബുട്ടീക് വില്ല എന്ന് പറഞ്ഞ റിസോർട്ടിലാണ് നമ്മളിപ്പോൾ താമസിക്കുന്നത്. ഞാൻ നിങ്ങൾക്ക് റിസോർട്ട്സ് ഒക്കെ ഒന്ന് കാണിച്ചു തരാം. ഇതാണ് ഞാൻ പറഞ്ഞത് അജയ് ബൈക്ക് റെൻറ്റിന് എടുത്തു എന്നുള്ളത്. അതിൻ്റെ മുകളിൽ നമുക്ക് ബാഗ് വെക്കാൻ പറ്റുമോ എന്നുള്ളത് ചോദിക്കുകയായിരുന്നു. കാരണം ക്യാമറ ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടേ അവിടെ ബാഗ് വെക്കാൻ പറ്റുമോ എന്നുള്ളത്. ബാഗ് വെക്കാൻ പറ്റും, കുഴപ്പമില്ല. അപ്പോൾ ഞങ്ങൾക്ക് ഫസ്റ്റ് തന്നെ പോയിട്ട് ഫുഡ് കഴിക്കണം. അത് കഴിഞ്ഞിട്ട് വേണം സ്ഥലമൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മുടെ ഹെൽമെറ്റ്സും കാര്യങ്ങളൊക്കെ ഇതേ ഈ ബൈക്കിൻ്റെ അകത്ത് തന്നെ ഉണ്ട്. ഹെൽമെറ്റൊക്കെ ഇട്ട് ഞങ്ങളിതേ ഫുൾ സെറ്റായി. ഞാനിതേ മറ്റേ ഈ സൈഡ് എൻ്റെ ബാഗും ഈ സൈഡ് ഡ്രോണുമാണ്. അജയ്ക്ക് അത്യാവശ്യം ക്യാമറ കാര്യങ്ങളും എല്ലാം ഉണ്ട് ബാഗിൻ്റെ അകത്ത്. പിന്നെ ഇതേ നമുക്ക് ഇവിടുത്തെ സ്റ്റാഫ് റെയിൻകോട്ടെല്ലാം തന്ന് നമ്മളിത് ഇതിൻ്റെ അകത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇൻ കേസ് മഴ പെയ്യുവാണെങ്കിൽ. കാരണം ഇന്നലെ അത്യാവശ്യം മഴ പെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ. ഇതാണ് സൈമൺ ആണ് നമ്മുടെ ഹോസ്റ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ സൈമൺ നമുക്ക് വണ്ടി റെന്റിൽ എല്ലാം സെറ്റ് ചെയ്ത് തന്നു. പിന്നെ അതുപോലെ തന്നെ ഇന്നലെ മഴ പെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ സൈമൺ നമുക്ക് ഈ പറഞ്ഞ പോലെ റെയിൻ കോട്ട്സും സെറ്റ് ചെയ്ത് തന്നു. അപ്പോൾ ഇന്ന് മൊത്തം നമ്മൾ വി ആർ എക്സ്പ്ലോറിംഗ് സെറ്റ്. നല്ല സർവീസും ആണ് ഇവിടെ, അടിപൊളി സർവീസാണ്. അപ്പോൾ ഇഫ് യു ആർ വിസിറ്റിംഗ് ദലത്ത് ഡെഫിനറ്റ്ലി ചെക്ക് ഔട്ട് ദ ഹോട്ടൽ സാംപ്ടൺ ഹിൽസ് ബുട്ടീക് വില്ല. ഞാൻ പഠിച്ചു വെച്ചാണ്. ബുട്ടീക് വില്ല. വി ഹാഡ് എ ഗുഡ് ടൈം ഹിയർ ആൻഡ് ഇനി 2 more days ഇവിടെ ഉണ്ടാവും. അപ്പോൾ ശരിക്കും അടിപൊളി വില്ല ആണ് ഇത്. നല്ല റൂംസ് ഒക്കെയാണ്, ചെറിയ റൂമാണ് പക്ഷേ നല്ല എല്ലാ സൗകര്യങ്ങളും ഒക്കെയുള്ള റൂംസ് ഒക്കെയാണ്. നിങ്ങൾ റൂംസിൻ്റെ വീഡിയോ ഒക്കെ കണ്ടല്ലോ. പിന്നെ അതേപോലെ മെയിനായിട്ട് പറയാനുള്ളത് ഇവിടെ ലോണ്ട്രി സർവീസ് ഉണ്ടോയെന്ന് ഞാൻ ചോദിച്ച സമയത്ത് സ്റ്റാഫ് പറഞ്ഞു ലോണ്ട്രി സർവീസ് ഇല്ല, പക്ഷെ അവർക്ക് വാഷിംഗ് മെഷീനും പിന്നെ അതുപോലെ ഡ്രയറും ഉണ്ടെന്ന്. ഇവിടെയൊക്കെ തുണികൾ കഴുകിയിട്ടിട്ടുണ്ടെങ്കിൽ നമുക്കിങ്ങനെ വിരിച്ചിടാനുള്ള ഒരു അയോ അങ്ങനത്തെ സംവിധാനങ്ങളൊന്നുമില്ല. വാഷിംഗ് മെഷീനിൽ തുണി കഴുകിയിടുക, വാഷിംഗ് മെഷീനിൽ നേരെ എടുത്തിട്ട് ഡ്രയറിലേക്ക് ഇട്ടിട്ട് തുണി ഡ്രൈ ആക്കി എടുക്കുക. എനിക്കത് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ ഡ്രയറിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ തുണി പക്ക ഡ്രൈ ആവുമെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. നമ്മുടെ നാട്ടിൽ അങ്ങനെ ഇല്ലല്ലോ. നമ്മൾ ജസ്റ്റ് വാഷിംഗ് മെഷീനിൽ ഡ്രയറിലായിട്ട് വന്നിട്ട് നമ്മൾ വിരിച്ചിടുകയാണല്ലോ ചെയ്യുന്നത് വെയിലത്ത്.
അപ്പോൾ ഇവിടെ അങ്ങനത്തെ ഒരു രീതിയാണ്. അപ്പോൾ ഇന്നലെ ഞാൻ കംപ്ലീറ്റ് ക്ലോത്ത്സ് എല്ലാം വാഷ് ചെയ്തു, ഡ്രയറിലാക്കി. ഫുള്ള് കംപ്ലീറ്റ് ക്ലോത്ത്സ് എല്ലാം നല്ല അടിപൊളിയായിട്ട് എനിക്ക് കിട്ടി. ഇനിയും കുറച്ച് ക്ലോത്ത്സ് ഒക്കെ ഉണ്ട്, അത് ഇന്ന് വന്നിട്ട് വേണം ചെയ്യാൻ. ഓൾമോസ്റ്റ് ഒരു 3 days നമ്മൾ ഇവിടെ ഉള്ളതുകൊണ്ട് അത്യാവശ്യം സമയമുണ്ട്. കാരണം നമ്മൾ വർക്കിൻ്റെ കാര്യത്തിനൊക്കെ പോയതുകൊണ്ട് നമുക്ക് വേറെ പരിപാടികളൊന്നും ചെയ്യാനൊന്നും പറ്റിയില്ലായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മൾ ഫസ്റ്റ് ഫുഡ് കഴിക്കാനല്ലേ പോകുന്നത്? ഇന്നലെ നമ്മൾ പെട്രോൾ അടിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ എനിക്ക് തോന്നുന്നത് 22,000 ഡോൺ ആണ് ഇവിടെ ബേസിക്കലി 1 ലിറ്റർ പെട്രോളിന്. നമ്മളിപ്പോൾ ഇന്നലെ എനിക്ക് തോന്നുന്നത് 30 എന്തോ അടിച്ചിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം പെട്രോളുണ്ട്, പെട്രോളാച്ചും ഗ്യാസ് ഉണ്ട്. അപ്പോൾ നമുക്കിനി ബാക്കി ഇന്നത്തെ ഓട്ടത്തിനനുസരിച്ച് ബാക്കി അടിച്ചാൽ മതി. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ നമുക്ക് എന്തായാലും പോവാം. അജയ് ഇതേ മാപ്പ് ഇതേ ബാഗിൻ്റെ ഇവിടെ വെച്ചിട്ടുണ്ട്. കാരണം എനിക്ക് പിടിക്കാൻ പറ്റില്ല, ഞാൻ ഫോണിൽ വീഡിയോ എടുക്കുന്നുണ്ട്. അജയുടെ ഒരു ഐഡിയ, താങ്കളുടെ ബുദ്ധി വിമാനമല്ല റോക്കറ്റാണ്. ഫൈനലി ഇതേ നമ്മളിതേ കഫേയിലെത്തി. കഫേയുടെ പേര് വരുന്നത് തൂസൻ, അങ്ങനെയാണ് പേര്. ഓ, തൂസൻ എന്നാണ് കഫേയുടെ പേര്. ഇത് വെജിറ്റേറിയൻ കഫേയാണ്. വീഗൻ ആണോ എന്നുള്ള അറിയില്ല, പക്ഷെ മോക്ക് മീറ്റ് വെച്ചിട്ട് ഇവർ ഫുഡും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മളിവിടെ ഒരാളെ മീറ്റ് ചെയ്തു, നമ്മുടെ ബോ ആൻഡ് ആരോന്റെ മാതിരി ഒരാളെ നമ്മൾ മീറ്റ് ചെയ്തിട്ടുണ്ട്. എന്താ മിൻ? ഹായ് മിൻ. അച്ചോ പോരണോ ഞങ്ങളുടെ കൂടെ? 2 ചേട്ടന്മാരെ കിട്ടും മിന്നിനെ, 2 ചേട്ടന്മാരെ. ബുബുനി ആരണി പോരണോ ഞങ്ങളുടെ കൂടെ? ഭയങ്കര ഫ്രണ്ട്ലി ആണെന്ന് തോന്നുന്നു, ഭയങ്കര പാവമായിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ട്. കൂടുതലല്ലേ ഇത്? അജയ് ഇതേ DSLR ഒക്കെ എടുത്തിട്ടുണ്ട്. ഇനി എന്തായാലും കുറച്ച് നല്ല നല്ല ഫോട്ടോസൊക്കെ കിട്ടുന്നതാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഫോട്ടോസൊക്കെ എടുത്തരില്ലേ? എനിക്ക് എടുത്തരില്ല, താല്പര്യമില്ല, കുഴപ്പമില്ല. നീ എടുക്കുന്ന ഫോട്ടോസൊക്കെ ഞാൻ അടിച്ചു മാറ്റിക്കൊള്ളുന്നുണ്ട്. നല്ല ഒബീഡിയൻ്റ് ആയിട്ടുള്ള ഒരു പപ്പിയാണ് കേട്ടോ ഇവൻ. കാരണം ഓഫ് ലീഷാണ് ഇവൻ. ഈ കടയുടെ പുറത്തേക്ക് ഇറങ്ങുന്നില്ല, ജസ്റ്റ് അവിടം വരെ ഇങ്ങനെ നിൽക്കുക എന്നല്ലാതെ പുറത്തേക്ക് ഇറങ്ങുന്നില്ല. ഇപ്പം കണ്ടോ, അജയ് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണെങ്കിലും അവൻ പുറത്തേക്ക് ഇറങ്ങുന്നില്ല. ഇപ്പം നമ്മുടെ പിള്ളേർ ബോയോ ആരോ എങ്ങാനും ആയിരിക്കണം. ആരോ പ്രത്യേകിച്ച് ഇപ്പം ആരെങ്കിലും വഴി കൂടെ പോകുന്നുണ്ടെങ്കിൽ അവരുടെ പുറകെ അങ്ങ് അവൻ പോയേനെ. ഇങ്ങനെ വന്നിരുന്നപ്പോഴത്തേക്കും അജയ് ഇതേ പറ അവൻ്റെ ഫോട്ടോസും വീഡിയോസും എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരു നല്ല ഫോട്ടോ എടുത്തോ? ഞങ്ങളിത് ഇവിടെ ഫുഡ് കഴിക്കാൻ വന്നതാണ്. ഫുഡ് കഴിക്കുന്നൊക്കെ മറന്ന് ഇവിടെ ഗംഭീര ഫോട്ടോഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. മിന്നിൻ്റെയും പിന്നെ അവൻ്റെ സിസ്റ്ററിൻ്റെയും ഫോട്ടോഷൂട്ടാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ കുട്ടിയുടെ പേരെന്താണെന്ന് എനിക്കറിയില്ല, അവളുടെ പേരൊന്ന് ചോദിക്കണം. പക്ഷെ മിൻ സൂപ്പറായിട്ട് പോസ്റ്റ് ചെയ്യുന്നുണ്ട് അജയ്ക്ക് വേണ്ടിയിട്ട്, നല്ല അടിപൊളിയായിട്ട് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. മിന്നിൻ്റെ സിസ്റ്ററിൻ്റെ പേര് എലൻ എന്നാണോ? ഓക്കെ, എലൻ എന്നാണ് പേര്. ഞാൻ പറഞ്ഞില്ലേ ഇവരുടെയൊക്കെ പ്രൊനൗൺസിയേഷൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ഇവരുടെ പേരിൻ്റെയൊക്കെ. ഓ, ഇവർക്ക് 2 പേരുണ്ടോ? ട്വിൻവി. ഓഹോ, ഇവക്ക് 3 പേരുണ്ട്. വിയറ്റ്നാമീസിൽ ഉള്ള പേര് തിൻവി, ഇംഗ്ലീഷിൽ എലൻ ആൻഡ് ഇൻ ഫ്രഞ്ച് വിവിയൻ. ഓക്കെ, 3 പേരിന്റെ ഉടമയാണ് ഈ കുട്ടി. എനിക്കൊക്കെ ആകെ ഒരു പേരേ ഉള്ളൂ, എല്ലാ ഭാഷയിലും ഒരേ ഒരു പേര്, അഞ്ജന. എൻ്റെ പിള്ളേരെങ്ങാനാവണം, ഇങ്ങനെയൊന്നും നിന്ന് തരത്തേയില്ല, ഓടിക്കളയും. പക്ഷേ ഇവൻ ഇവിടെ വഴിയെ പോകുന്ന ആൾക്കാരൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും ഭയങ്കര പാവമായിട്ടാണ് നിൽക്കുന്നത്. നമ്മുടെ ഫുഡൊക്കെ ദേ ഇവിടെ വന്നു. അജയ് കുറച്ച് ഫുഡിൻ്റെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. പിന്നെ ദേ ഇവിടെ എലൻ്റെയും മിന്നിൻ്റെയും ഫോട്ടോസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവർ സെർവ് ചെയ്ത പംകിൻ സൂപ്പ് കുറച്ച് ഡിഫറെൻ്റ് ആണ്. പംകിൻ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ആണ് അവർ സെർവ് ചെയ്തത്. കുഴപ്പമില്ല, ടേസ്റ്റ് ഉണ്ട്. പക്ഷെ ഞാൻ എക്സ്പെക്ട് ചെയ്ത സൂപ്പ് അല്ലായിരുന്നു എനിക്ക് കിട്ടിയത്. ഇത് ഇവിടുത്തെ ഒരു ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു ഡിഷാണ്. ഫോന്നാണ് അതിൻ്റെ പേര് വരുന്നത്. കറക്റ്റ് പ്രൊനൗൺസിയേഷൻ അങ്ങനെയാണോന്ന് അറിയില്ല. സൂപ്പ് അജയ്ക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ എക്സ്പെക്ട് ചെയ്ത പോലെയുള്ള സൂപ്പ് അല്ലാത്തതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല. കണ്ടോ ഇതിൻ്റെ ഒരു ടെക്സ്ചർ വരുന്നത് കണ്ടോ, പംകിൻ ഇങ്ങനെ കട്ട് ചെയ്ത് ഇതിൽ ഇടുക ചെയ്തത്. ഞങ്ങളുടെ ഫുഡടി പരിപാടി എല്ലാം കഴിഞ്ഞു. ദേ മിന്ന് ഇവിടെ വന്നപ്പോൾ കുറച്ച് നേരം ദേ അജയ് മടിയിൽ എടുത്തതാണ് അവനെ. ശരിക്കും ഇവനെ കാണുമ്പോൾ ഞങ്ങൾക്ക് വല്ലാതെ, ഞങ്ങളുടെ പിള്ളേർ ബോനി ആരോനെയും വല്ലാതെ മിസ് ചെയ്യാൻ. സാധാരണ ഇങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ അജയുടെ മടിയിലൊക്കെ ഇരിക്കുക ആരോ ബേബിയാണ്. ദേ അവന് നല്ല ഉറക്കമുണ്ടെന്ന് തോന്നി. ഇവൻ്റെ കണ്ണൊന്നും കാണുന്നില്ല, ശുണ്ടരൻ്റെ കണ്ണൊന്നും കാണുന്നില്ല.
കുറേ ദിവസമായി എനിക്ക് ബോനി ആരോനൊക്കെ മിസ് ചെയ്യാറുണ്ട്. പക്ഷെ ഇവനെ കണ്ടപ്പം ഇവനതേ കുറച്ച് നേരം ഇങ്ങനെയൊക്കെ എടുത്തപ്പോൾ ശരിക്കും എനിക്ക് പിള്ളേരെ മിസ് ചെയ്യുന്നത് കുറച്ചൊരു സമാധാനമുണ്ട്. കാരണം ഏത് ഡോഗ്സിനെ കാണുമ്പോഴും ഏത് ഡോഗ്സിനെ കണ്ടാലും എനിക്കും അജയ്ക്കും അവർ ഞങ്ങളുടെ ബോൻ്റെ ആരോനെ പോലെ തന്നെയാണ്. എല്ലാവരോടും ഞങ്ങൾക്ക് ആ ഒരു ഫീലിങ്ങും ആ ഒരു ഇഷ്ടം തന്നെയാണ്. അച്ഛനും അമ്മയ്ക്കും ഏത് പിള്ളേരെ കണ്ടാലും അവരുടെ സ്വന്തം പിള്ളേരെ പോലെ തോന്നുന്നു പറഞ്ഞ മാതിരിയാണ് എനിക്ക് ഏത് ഡോഗ്സിനെ കണ്ടാലും എനിക്കത് എൻ്റെ പിള്ളേർ ബോനി ആരോനും പോലെ തന്നെയാണ് തോന്നാറ്. ബൈ മിൻ, ഇവിടെ വന്നിടാ. ഞങ്ങൾ പോവാന്ന് പറഞ്ഞപ്പോൾ മിൻ ഇവിടെ വന്നിങ്ങനെ നിൽക്കുവാണ്. മിൻ പോട്ടെ. ശരിക്കും എനിക്ക് മിന്നെ അങ്ങ് എടുത്തുകൊണ്ട് പോകണമെന്നൊക്കെ ഉണ്ട്. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ. ബൈഡാ പോട്ടെ കേട്ടാ. ഇന്നലെ ഞങ്ങൾ ഇവിടെ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി കറങ്ങി നടക്കുമ്പം കണ്ടൊരു പ്ലേസാണ് ഇത്. ഇവിടെ ഒരു ചെറിയ ലേക്കും ഉണ്ട്, അതേപോലെ ഒരു ബോട്ടിങ്ങും, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവരുടെ വിയറ്റ്നാമീസ് ഭാഷയിൽ നമ്മൾ ഹലോ എന്ന് പറയുന്നത് ചിങ്ചാവ് എന്നാണ്. അത് സിങ്ചാവ് എന്നാണ് നമ്മൾ വിയറ്റ്നാമീസിൽ ഹലോ എന്ന് പറയുന്നത്. ഇവിടെയാണ് നമ്മളിപ്പം വന്നത്. ഈ സ്ഥലത്തിൻ്റെ പേര് നോക്കട്ടെ, കണ്ടുപിടിക്കണം. സ്ഥലത്തിന്റെ പേരെന്താ മനസ്സിലായോ? ലാംബീൻ സ്ക്വയർ ആണ് ഇത്. എന്താണ്? ദലാത്തിലെ ലാംബീൻ സ്ക്വയർ. ഓക്കേ, ദലാത്തിലെ ലാംബീൻ സ്ക്വയർ ആണ് ഈ കാണുന്ന സ്ഥലം. അപ്പം നമ്മൾ എന്തായാലും ആദ്യം ഇവിടെ കുറച്ച് ഒന്ന് ചുറ്റിക്കറങ്ങട്ടെ. എന്നിട്ട് നല്ല ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ പറ്റിയ പ്ലേസ് ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കോണ്ടന്റും കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യണം. ഇതാണ് ഞാൻ പറഞ്ഞത്, ഇവിടെ ഒരു ലേക്ക് ഉണ്ടെന്നുള്ളത്. ഇവിടെ നമുക്ക് ബോട്ടിങ്ങും കാര്യങ്ങളും എല്ലാം ഉണ്ട്. പക്ഷെ നമ്മൾ അതിൻ്റെ ടിക്കറ്റ്സും കാര്യങ്ങളൊക്കെ എവിടെ എടുക്കുന്നതെന്നുള്ള ഒന്നും അറിയത്തില്ല. ഞങ്ങൾ തന്നെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ഇറങ്ങിയതുകൊണ്ട് എല്ലാം നമ്മൾ തന്നെ കണ്ടുപിടിക്കേണ്ട ഒരു അവസ്ഥയാണ്. ഞങ്ങളിത് ഇങ്ങനെ നടന്നു വരുമ്പോൾ കണ്ട കാഴ്ചയാണ് കേട്ടോ. ഇതെല്ലാം ഹസ്കീസ് ആണ്. ഇവരെ ഇവിടെ ഇങ്ങനെ നിർത്തിയിട്ട് നമുക്ക് ഇവരുടെ കൂടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാം. ഇവരിത് ഭയങ്കര ക്യൂട്ടായിട്ടാണ് കേട്ടോ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത്. ഇവനാന്ന് തോന്നും ഇവരുടെ മാസ്റ്റർ. ഇവരെല്ലാരും ഇവിടെ ഭയങ്കര ഡീസന്റ് ആയിട്ട് ഇങ്ങനെ നിൽക്കുവാണ്. ഭയങ്കര ക്യൂട്ടായിട്ടാട്ടോ ഇവർ ഇരിക്കുന്നത്. ഇങ്ങനെ നല്ല രസമുണ്ട് ഇവരിങ്ങനെ ഇരിക്കുന്നത് കാണാൻ വേണ്ടിയിട്ട്. ഇവർ മൊത്തത്തിൽ ഇങ്ങനെ ഡ്രസ്സൊക്കെ ചെയ്ത് ഷെയ്ഡ്സ് ഒക്കെ വെച്ച് ഹെയർ ഒക്കെ കെട്ടിയിട്ട് ഇങ്ങനെ ഇരിക്കുന്നത് കാണാൻ. അവൻ വന്നിട്ട് ചോദിക്കുക, അത് ആക്ച്വലി 3 ആൾക്കാരുണ്ട് ഇവിടെ. അപ്പോൾ 3 ആൾക്കാർക്ക് ഓരോ ആൾക്കാർക്ക് 2 ഡോഗ്സ് വീതം. ആക്ച്വലി 6 ഡോഗ് ഇവിടെ കന്നഡയൊക്കെ വെച്ച് ഇരിപ്പുണ്ട്. അപ്പോൾ അവൻ എൻ്റെ അടുത്തൊന്ന് ചോദിക്കായിരുന്നു 50,000 BND, അതായത് ഒരു 1,500 രൂപ എങ്ങാണ്ട് വരും നമ്മുടെ ഇന്ത്യൻ റുപ്പി. അപ്പോൾ 50,000 BND ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് ഇവരുടെ കൂടെ നിന്ന് നമുക്ക് ഫോട്ടോ എടുക്കാം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ഞാൻ എൻ്റെ ആരുടെ ഫോട്ടോ കാണിച്ചു കൊടുത്തു. അപ്പോൾ അവന് മനസ്സിലായി നമ്മളങ്ങനെ ഈ പറഞ്ഞ പോലെ ഇങ്ങനത്തെ സംഭവം. ഹസ്കി കഫേ പോയി, പക്ഷെ അത് വേറെ രീതിക്കാണ്. അവർ ഫ്രീ ആയിട്ട് അങ്ങനെ വിട്ടേക്കുക. ഇതുപോലെ ബിസിനസ് രീതിക്കുള്ള ഒരു സംഭവമല്ല. ഇവരത് പ്യുവർ ബിസിനസ് എന്നുള്ള രീതിക്കാണ് ഇവരിവിടെ നിർത്തിയേക്കണേ. അപ്പോൾ കുറേ ആൾക്കാർ വന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു നമുക്ക് താല്പര്യമില്ല, നമുക്ക് ഓൾറെഡി പെറ്റ്സ് ഉണ്ട്, നമ്മൾ അവരങ്ങനെയല്ല കാണുന്നത് എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പോൾ അവന് മനസ്സിലായി. ഇതാണ് ആളുകൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഫോട്ടോസ് ഒക്കെ എടുക്കുന്നുണ്ട്. ഇവരിതാ ചുമ്മാ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ഇരുന്ന് ചില്ല് ചെയ്തിരിക്കുകയാണ്. പക്ഷെ ഇവരെ നല്ല രീതിയിലാണ് ഇവർ പ്രസന്റ് ചെയ്തത്. ഇപ്പം കണ്ണടയൊക്കെ വെച്ച് പൂക്കളൊക്കെ ചെവിക്കൊക്കെ വെച്ചിട്ട് ഇങ്ങനെ നല്ല രീതിയിലൊക്കെയാണ് പ്രസന്റ് ചെയ്തത്. പക്ഷേ നമുക്ക് ബീങ് എ പെറ്റ് പാരന്റ് നമുക്കിങ്ങനെ ഇവരിങ്ങനെ ബിസിനസ് പോലെ കാണാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അവർ പറയുന്നത് പോലെ ഇവരനുസരിച്ചിട്ടാണ് ഇങ്ങനെ നിൽക്കുന്നത്. ഇവിടെ സ്ട്രീറ്റ് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോസേജസ് ആണെങ്കിലും എഗ്ഗ് ആണെങ്കിലും സ്വീറ്റ് പൊട്ടാറ്റോ ആണെങ്കിലും കുറേ സ്ട്രീറ്റ് ഫുഡ് ഐറ്റംസ് ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്. പക്ഷേ ഞാൻ ഇതൊന്നും ട്രൈ ചെയ്തിട്ടില്ല. കാരണം ഇപ്പോൾ ഫുഡ് കഴിച്ച് വന്നതല്ലേ ഉള്ളൂ, അതുകൊണ്ട് ഞാനിതൊന്നും ട്രൈ ചെയ്തിട്ടില്ല. ഇവിടെ കുറേ പിള്ളേർ സ്കേറ്റിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അജയ് ക്യാമറ ഒക്കെ എടുത്ത് റെഡി ആയിട്ടുണ്ട്. അജയിനെ അവരുടെ നല്ല കിടിലൻ ഫോട്ടോഷൂട്ട് ചെയ്യാൻ പോകുന്നതാണ് അല്ലേ. എടുത്തു കൊടുത്ത വീഡിയോസും ഫോട്ടോസും ഒക്കെ അജയ് അവർക്ക് കാണിച്ചു കൊടുക്കുകയാണ്. അവർക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു. നമ്മൾ അവരുടെ അടുത്ത് ചോദിച്ചിട്ടാണ് കേട്ടോ അവരുടെ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കുന്നത്. ഓ നൈസ്. ഇനി അജയുടെ പുതിയ റീൽ ഇവിടുത്തെ സ്കേറ്റിംഗിന്റെ ഇതായിരിക്കും. സ്ലോ മോഷൻ ആണോ അവിടെ അടുത്ത്? നമ്മുടെ ഇവിടുത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞു. ക്യാമറയിൽ കുറേ നല്ല അധികം ഫോട്ടോസും വീഡിയോസും ഒക്കെ അജയ് എടുത്തിട്ടുണ്ട്. എഡിറ്റ് ചെയ്ത് അജയുടെ ഇൻസ്റ്റാ പേജിലിടുമ്പോൾ നമുക്ക് കാണാവുന്നതായിരിക്കും.
നമുക്കിവിടെ ഡ്രോൺ എടുക്കണം എന്നുണ്ടായിരുന്നു, പക്ഷേ ഈ പിള്ളേര് പറഞ്ഞു ഡ്രോൺ എടുത്തിട്ടുണ്ടെങ്കിൽ ഡ്രോൺ പറത്താൻ പറ്റും. അപ്പൊ ഇല്ല, ഇവിടെ ഒരുപാട് സ്ഥലത്ത് നമുക്ക് ഡ്രോൺ യൂസ് ചെയ്യുന്നതിന് ഭയങ്കര റെസ്ട്രിക്ഷൻസ് ഉണ്ട്, മിലിറ്ററി ഏരിയ ആയതുകൊണ്ട്. ഇവിടെ പൂച്ച വേറൊരു പൂച്ചനെ കണ്ടിട്ടുണ്ട്. ടുവാൻലേ വാങ് ഡു ലിച്ചി. സത്യം പറഞ്ഞാൽ എനിക്കിത് എന്താന്നുള്ളത് അറിയത്തില്ല. പക്ഷേ അജയ് പറഞ്ഞ് നമുക്കിവിടെ വരാം, കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാനുള്ള. ഈ ഒരു ദലത് സിറ്റി ഫുള്ള് ഫ്ലവേഴ്സാണ്, എങ്ങോട്ട് നോക്കിയാലും ചെടികളും പൂക്കളുമാണ്. വളരെ അടിപൊളിയായിട്ട് ഭയങ്കര കളർഫുൾ ആയിട്ടുള്ള കുറേ പൂക്കളൊക്കെയാണ്. ഞങ്ങളിനി ഇവിടെ കയറിയിട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. വണ്ടി ഇതേ ഇവിടെ അജയ് പാർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് ചുമ്മാ അങ്ങനെ കയറി പോകാനൊന്നും പറ്റത്തില്ല, ടിക്കറ്റൊക്കെ എടുക്കണം. അപ്പോൾ നമ്മൾ ടിക്കറ്റ് കൗണ്ടറിൽ പോയിട്ട് ടിക്കറ്റൊക്കെ എടുത്തിട്ട് വേണം നമുക്ക് ഇതിൻ്റെ അകത്ത് കയറാൻ. 200 VND ആണ് ശരിക്കും ടിക്കറ്റിന് വരുന്നത്. ഇവിടെ ആക്ച്വലി ഒരുപാട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ചെടികളാണുള്ളത്. പല ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ചെടികൾ എന്നല്ല പറയേണ്ടത്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫ്ലവേഴ്സ് എന്നാണ് പറയേണ്ടത്. ആക്ച്വലി ദലത് എന്ന് പറയുന്ന തന്നെ സിറ്റി ഓഫ് ഫ്ലവേഴ്സ് എന്ന് അറിയപ്പെടുന്നത്. ഒത്തിരി വൈബ്രൻറ്റ് കളേഴ്സ് ആയിട്ടുള്ള പൂക്കളാണ് ഇവിടെ ഉള്ളത്. ഇപ്പോൾ യെല്ലോ, ഓറഞ്ച്, റെഡ്, ഗ്രീൻ കാണുമ്പോൾ ശരിക്കും നല്ല ഭംഗിയാണ്. നമുക്ക് എവിടെ നിന്നാലും കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ പറ്റിയിട്ടുള്ള കുറേ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പൂക്കളാണുള്ളത്. എല്ലാ ഫ്ലവേഴ്സ് ആണെങ്കിലും ഭയങ്കര ഫ്രഷ് ആയിട്ടാണ് എപ്പോഴും ഇരിക്കുന്നത്. ഇവർ നല്ല രീതിയിലാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ ഇവിടുത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞു. അജയ് ഇതേ ശരിക്കും ക്ഷീണിച്ച് എൻ്റെ അടുത്ത് നല്ലോണം വെയിറ്റ് കുറയ്ക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. കാരണം ഞാൻ വെയിറ്റ് കൂടി എന്നല്ല, അജയ്ക്ക് എടുത്ത് പൊക്കാനൊന്നും പറ്റുന്നില്ല. അത് വേറെ ഒന്നും ഉണ്ടല്ലോ, അജയ് വെയിറ്റ് കുറഞ്ഞുകൊണ്ടാണ് അജയ്ക്ക് അങ്ങനെ തോന്നുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ് കേട്ടോ. നിങ്ങൾ ദലത്തിൽ വരുമ്പോൾ എന്തായാലും വരണം. ഫ്ലവേഴ്സ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ എന്തായാലും ഇങ്ങോട്ടേക്ക് വരണം. ഇവിടെ ചെയേഴ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഫുൾ ഡേ നൈറ്റ് മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് കൂടുതലും സ്ട്രീറ്റ് ഫുഡ്സ് ആണ്. ഞാൻ അങ്ങനെ സ്ട്രീറ്റ് ഫുഡ് എക്സ്പ്ലോർ ചെയ്യുന്ന ഒരാളല്ല, കാരണം കൂടുതലും നോൺ വെജ് ഐറ്റംസ് ഒക്കെയാണ്. എനിക്ക് ചിലതിൻ്റെ ഒന്നും സ്മെല്ലും ഫ്ലേവറൊന്നും ഇഷ്ടപ്പെടത്തില്ല. പിന്നെ അജയ് വീഗനാണ്. സാഗർ ഇന്ത്യൻ ക്യുസീനിലെ. അപ്പോൾ എന്തായാലും നമുക്ക് നല്ലൊരു ഡിന്നർ കഴിക്കാം. ഞങ്ങള് ഇന്നലെ കണ്ടുപിടിച്ച സ്ഥലമാണിത്. പിന്നെ ഇവിടെ ഞങ്ങൾ കഴിച്ചിട്ട് ബില്ല് ചോദിച്ചപ്പോഴത്തേക്ക് ചേട്ടൻ പറയാം അതൊന്നും കുഴപ്പമില്ല, ഇത് ഇന്ന് ഞങ്ങളുടെ വകയാണ് ഫുഡ് എന്നുള്ള രീതിയിൽ. ഈ ചേട്ടൻ പഞ്ചാബിൽ നിന്നാണ് നിൽക്കണം. അപ്പോൾ അവര് നമ്മുടെ ബോൻഡാരോന്റെ ഇത് ഫോട്ടോ ഒക്കെ കണ്ടപ്പോഴത്തേക്കും പുള്ളി പറഞ്ഞ പുള്ളിക്ക് ഒരു പുള്ളി ഉണ്ട് എന്നുള്ള, ഡോളർ എന്നാണ് പേര്. അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ക്യാഷ് കൊടുക്കാൻ പോയപ്പോഴാണ് പുള്ളി പറഞ്ഞത് ഇന്നത്തെ ഡിന്നർ പുള്ളിയുടെ വകയാന്നുള്ളത്. അപ്പൊ ശരിക്കും നമുക്ക് ഭയങ്കര ഒരു ഹാപ്പി ആയി. ഇത് ഇവിടെ വരുമ്പോൾ നമുക്ക് ശരിക്കും ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ വരുന്ന മാതിരി തന്നെയാണ്. കാരണം ഇതിന്റെ ഇന്റീരിയർ ഒക്കെ അങ്ങനെ തന്നെയാണ് ചെയ്തത്. നല്ല അടിപൊളി ഫുഡ് ആയിരുന്നു. ശരിക്കും എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. സോ ഡിന്നർ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ റൂമിലേക്ക് പോകുന്ന സമയത്ത് ഞാൻ കണ്ടതാണിത്. ഇവിടെ കൊച്ചിൻ നെയിൽ റൂം എന്ന് പറഞ്ഞിട്ട് ഓൾറെഡി ചെയ്ത നെയിൽ എക്സ്റ്റൻഷൻ മാറ്റേണ്ട സമയത്തുണ്ട്. ബാംഗ്ലൂരിൽ നിന്നും നാട്ടിൽ നിന്നൊക്കെ നെയിൽ എക്സ്റ്റൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോഴൊക്കെ ഇവർ ജെൽ അപ്ലൈ ചെയ്തിട്ട് ഇതുപോലെ UV ലൈറ്റ്സിലാണ് ഇതും നമ്മൾ എന്താ പറയുക ഇത് ഡ്രൈ ആക്കുന്നത്. ഗ്ലൗ നമ്മുടെ കയ്യിലിടുന്നത് നാട്ടിലൊന്നും ഇല്ല. ഇത് ഇവിടെ എന്താ ഇത് ചെയ്യാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ലൈറ്റ്സിൻ്റെ ഇതാകുമ്പോൾ നമ്മുടെ സ്കിന്നിന് യാതൊരു രീതിയിലുള്ള പ്രശ്നങ്ങൾ വരാതിരിക്കാനും വേറൊരു രീതിയിലുള്ള സൈഡ് എഫക്ട്സ് ഒന്നും വരാതിരിക്കാനാണ് ഇവർ ഈ ഗ്ലൗസ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇത് ബാംഗ്ലൂരാണെങ്കിലും അതേപോലെ കൊച്ചിയിലാണെങ്കിലും ഈ രണ്ട് സ്ഥലത്തു നിന്ന് ഞാൻ എക്സ്റ്റൻഷൻ ചെയ്തിട്ടുള്ളൂ. അവിടെയൊന്നും അവരിത് യൂസ് ചെയ്യാറില്ല. സോ ഇത് ശരിക്കും നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി.
വിയറ്റ്നാമിൽ വരുമ്പം എന്തായാലും ചെയ്യണമെന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. തായ്ലാൻഡിൽ നിന്ന് എനിക്ക് എന്തായാലും ചെയ്യാൻ പറ്റിയില്ല. ഭയങ്കര ഭയങ്കര സ്പീഡാണ് കേട്ടോ. ഇവർ രണ്ടുപേരും കൂടി ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഭയങ്കര സ്പീഡായിട്ട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. നോർമലി ഒരു 2.5-3 hours ആണ് നമ്മുടെ നാട്ടിലൊക്കെ നെയിൽ എക്സ്റ്റൻഷൻ ചെയ്യുമ്പോൾ ടൈം എടുക്കാറ്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, പെട്ടെന്ന് തന്നെ ഇവരിത് ചെയ്യുന്നുണ്ട്. അതേപോലെ റേറ്റും കമ്പാരിറ്റീവ്ലി ഇവിടെ കുറവായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എത്രയാണ് ഫൈനൽ റേറ്റ് വരുന്നതെന്നൊക്കെ ഞാൻ നിങ്ങളുടെ അടുത്ത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഓക്കെ, ഇത്തവണ എനിക്ക് കളറെല്ലാം സെലക്ട് ചെയ്യുന്നത് അജയാണ്. ഇത് ഇവിടെ ഓൾറെഡി നമ്മൾ കളർ പാലറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. And one more time. ഒരു കോട്ടും കൂടി. After one more time. 2 coat, right? Yeah. 2 times you will apply. 2 times. Okay. Yeah. ഇത് ബേസ് കളർ അതാണ് ഇപ്പൊ അപ്ലൈ ചെയ്തോണ്ടിരിക്കുന്നത്. ബേസ് കളർ 2 കോട്ട് അടിക്കും. പിന്നെ എടുത്തേക്കണെന്ന് പറഞ്ഞാൽ ഇതിന്റെ അകത്ത് ഇതിനൊക്കെ ഹാപ്പി കളേഴ്സ് എന്നാണ് പറയുന്നത്. ഇത് എന്താ എനിക്കറിയത്തില്ല. സൈഡില് ഇത് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടേക്കും. പക്ഷേ നാട്ടിൽ ഇങ്ങനത്തെ ഒരു പ്രോസസ്സ് ഇല്ല. നമുക്ക് നോക്കാം. നാട്ടിലത്തെ വെച്ച് നോക്കുമ്പോൾ ചെറിയ ചെറിയ ഡിഫറൻസ് ഒക്കെ ഉണ്ട്. പക്ഷേ ഇവരുടെ ഫിനിഷിങ്ങും അതേപോലെ നെയിൽ ഷേപ്പിംഗ് ഒക്കെ ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. നെയിൽ എക്സ്റ്റൻഷൻ പരിപാടിയെല്ലാം കഴിഞ്ഞു. ഞാൻ സെലക്ട് ചെയ്ത ഈ കളേഴ്സിന് പറയുന്നത് ഹാപ്പി കളേഴ്സ് എന്നാണ്. ഞാനും ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ ചെയ്തതിൽ വെച്ചിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നെയിൽ എക്സ്റ്റൻഷനാണ്. ഞാൻ നാട്ടിൽ നിന്ന് ചെയ്തപ്പോഴാണെങ്കിലും ബാംഗ്ലൂരിൽ നിന്ന് ചെയ്തപ്പോഴാണെങ്കിലും ഒക്കെ അടിപൊളി സർവീസൊക്കെ തരുന്നിരുന്നു. പക്ഷേ ഇവിടെ വന്ന് ചെയ്തപ്പോഴാണ് ഇതിൻ്റെ കറക്റ്റ് പെർഫെക്ഷൻ എനിക്ക് മനസ്സിലാവുന്നത്. അത് മാത്രമല്ല റേറ്റ് നല്ല ഡിഫറൻസ് ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ, നാട്ടിൽ നമുക്ക് നെയിൽ എക്സ്റ്റൻഷൻ ചെയ്യണമെങ്കിൽ അറൗണ്ട് ബാംഗ്ലൂരൊക്കെ ആണെങ്കിൽ 4,000-4,500 ഇൻക്ലൂഡിങ് GST എന്നൊക്കെ പറഞ്ഞിട്ട് അത്ര റേറ്റ് വരും. എറണാകുളത്ത് നിന്ന് ഞാൻ ചെയ്തപ്പം 3,500 ആണ് വന്നത്. ഇവിടെ വരുന്നത് 500 VND ആണ്. അത് 400 VND ആയിരുന്നു ആക്ച്വൽ റേറ്റ്. പിന്നെ നമ്മളിങ്ങനെ പല പല കളേഴ്സ് സെലക്ട് ചെയ്തപ്പോൾ അത് 500 VND ആയി. 500 VND എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ എത്രയാണ് അജയ് പൈസ? 1,500 രൂപ. അതായത് 3,000-ഉം 4,000-ഉം പേ ചെയ്യുന്ന നമുക്ക് ഇവിടെ വിയറ്റ്നാമിൽ വന്ന് നെയിൽ എക്സ്റ്റൻഷൻ ചെയ്യുമ്പോൾ വെറും ഇന്ത്യൻ മണി 1,500 രൂപയാണ്. പക്ഷേ ഇവരുടെ ഈ ഒരു പെർഫെക്ഷൻ എന്ന് പറയുന്നത് ഒരു രക്ഷയില്ല. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഇത് കണ്ടുപിടിച്ചത് അജയാണ്. കാരണം ഇതിന്റെ മുകളിൽ കൊച്ചിൻ എന്നുള്ള പേര് മാത്രമേ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളൂ. അതിന്റെ താഴെ നെയിൽ റൂം എന്നുള്ളത് അജയാണ് കണ്ടുപിടിച്ചത്. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ പരിപാടിയൊക്കെ ഇവിടെ കഴിഞ്ഞു. സാംപ്ടൺ ഹിൽസിൽ നമുക്ക് നാളെ ഏർലി മോർണിംഗ് 4 o'clock പോകണം. നമുക്ക് സൺറൈസ് അവിടുന്ന് ഷൂട്ട് ചെയ്യാനും അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട്. ഇപ്പം ഇവിടെ ഓൾമോസ്റ്റ് ഇവിടെ വിയറ്റ്നാമിൽ ഇപ്പോൾ സമയം 10:30 എങ്ങനെ ആയിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ 9, 1.5 മണിക്കൂർ ഡിഫറൻസ് ആണുള്ളത്. അപ്പോൾ ഇനി നേരെ റൂമിൽ പോകണം. നാളത്തേക്കുള്ള സാധനങ്ങളൊക്കെ ഇപ്പോഴേ പാക്ക് ചെയ്ത് വെച്ച് നേരെ കിടന്നുറങ്ങണം. അപ്പോൾ എന്തായാലും ഇന്ന് അടിപൊളി ദിവസമായിരുന്നു. ഭയങ്കര പ്രൊഡക്റ്റീവ് ആൻഡ് പിന്നെ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു ദിവസമായിരുന്നു. നല്ല ഫുഡും കാര്യങ്ങളെല്ലാം കിട്ടി. കുറേ സ്ഥലങ്ങളിൽ നമുക്ക് ഷൂട്ട് ചെയ്യാനൊക്കെ പറ്റി. അപ്പോൾ എന്തായാലും ഈ വ്ളോഗ് ഇവിടെ സൈൻ ഓഫ് ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ദിസ് ഇസ് കാറ്റ് ഗേൾ സൈനിങ് ഓഫ്.